വായനാ ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് അമ്മമാർ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ JMUP സ്കൂളിൽ നടന്ന ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പരിപാടിയാണ് വ്യത്യസ്തത പുലർത്തിയത്. പുതിയ കാലത്ത് അമ്മമാർ മക്കൾക്ക് മൊബൈലിൽ ഗെയിമുകളും കാർട്ടൂണുകളും കാണിച്ചാണ് ഭക്ഷണം കഴിപ്പിക്കുന്നതും മറ്റ് സമയങ്ങൾ ചിലവഴിക്കുന്നതും. ഇതിനൊരു മാറ്റം വരുത്തി സാമൂഹ്യ മണ്ഡലത്തിൽ പുത്തൻ ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തിൽ സ്കൂളിലെ പ്രൈമറി വിദ്യാർത്ഥികളുടെ അമ്മമാരാണ് സ്കൂളിലെത്തി കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്ത് വായനയുടെ പുതിയ അധ്യായം തുറന്നത്. ഈ കുന്തത്തിൽ പോകുമ്പോൾ കുറേ താറാവുകൾ കുളത്തിൽ നീന്തുന്നത് കണ്ടു. ഒരു താറാവിനെ പിടിക്കാം. ലുട്ടാപ്പി കുന്തത്തിൽ പാഞ്ഞു ചെന്നു. ലുട്ടാപ്പി ഒരു താറാവിൻ്റെ കഴുത്തിൽ പിടികൂടി. താറാവ് കരയാൻ തുടങ്ങി. ക്വാക്ക് ക്വാക്ക്. മായാവി ഇത് കണ്ടു. മായാവി വേഗം ഒരു മന്ത്രം ചൊല്ലി. ഓം ക്രീം ലോം ലോം ക്രീം. ഒരു ദിവസം ലുട്ടാപ്പി കുന്തത്തിൽ കയറി പറന്നു വരികയായിരുന്നു. അപ്പോൾ അതാ ഒരു കൃഷിക്കാരൻ്റെ മാങ്ങാത്തോട്ടം. ഹയ്യ, ആ മത്തങ്ങകളെടുത്ത് വഴിയിലെറിയാം. ലുട്ടാപ്പി പാഞ്ഞു ചെന്നു. ലുട്ടാപ്പി മത്തങ്ങ എടുത്തു. ലുട്ടാപ്പിയെ കണ്ട് കൃഷിക്കാരൻ പേടിച്ചു പോയി. അയ്യോ, ആ വഴി വന്ന മായാവി ഇത് കണ്ടു ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. ലുട്ടാപ്പിയുടെ വാല് വിഴുങ്ങാൻ തുടങ്ങി. അയ്യോ, തിരിച്ചു നോക്കി ലുട്ടാപ്പി പേടിച്ചു പോയി. ലുട്ടാപ്പി മായാവി മത്തങ്ങ പഴയതുപോലെയാണ്. കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് മായാവിക്ക് നന്ദി പറഞ്ഞു. ആരാ കേക്ക് ഉണ്ടാക്കിയത്? കരടിയുടെ പേരെന്താ? കുങ്കു. കേക്കിന്റെ മണം വന്നപ്പോൾ ആരാ ഓടി വന്ന്? കഴിഞ്ഞാൽ അവയുടെ കൊമ്പ് ഒടിഞ്ഞു പോകുന്നതും അവ ചത്തുപോകുന്നതും കണ്ടോ? അഹങ്കാരത്തിന്റെ ഫലം എന്താ? തേനീച്ച എന്താ ആഗ്രഹിച്ചത്? എല്ലാവരെയും വേദനിപ്പിക്കണമെന്ന്. പക്ഷേ എല്ലാവരെയും കുത്തി കഴിയുമ്പോൾ തേനീച്ചക്ക് എന്ത് പറ്റി? തേനീച്ചയുടെ കൊമ്പൊടിയുകയും ചെയ്തു, തേനീച്ച ചത്തുപോവുകയും ചെയ്തു. ഓടി രക്ഷപ്പെടും അല്ലേ? അപ്പൊ സൂത്രത്തിൽ അവരെ പിടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ കഴിക്കാൻ പറ്റൂ. അപ്പോ ജിട്ടു അവരുടെ അടുത്തെത്തി. ഏയ്, കളിക്കാൻ ഞാനുമുണ്ട്. ആരോടാ പറഞ്ഞത്? മാനിനോടും മുയലിനോടും പറഞ്ഞു അല്ലേ? അപ്പോ ജിട്ടു കളിക്കാൻ അവരെ കൂടെ കൂട്ടി. അപ്പം ജിട്ടു കുറുക്കന്റെ സൂത്രമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. മാനിനും മുയലിനും മനസ്സിലായിട്ടില്ല. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പേരിട്ട പരിപാടിയിൽ ഏറെ താല്പര്യത്തോടെയാണ് അമ്മമാരും കുട്ടികളും പങ്കെടുത്തത്. കുഞ്ഞു മനസ്സുകളിൽ കൊച്ചു കൊച്ചു മൂല്യങ്ങൾ തിരിച്ചറിയാൻ ഇത്തരം പരിപാടികൾ സഹായകമാകും വിധത്തിലുള്ള ചടങ്ങിന് മുഖ്യാധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ, സ്കൂൾ മാനേജർ KK വേണുഗോപാൽ, പ്രൈമറി വിഭാഗം ചാർജ് P ലീന, ലൈബ്രറി സെക്രട്ടറി K ശ്രീജ, വിദ്യാരംഗം കൺവീനർ റോബിൻ വർഗീസ്, പ്രൈമറി അധ്യാപകരായ ലൂസി സെബാസ്റ്റ്യൻ, ഷീബ, ATV രജനി, ദീപ്തി, ലതിക, രാജി എന്നിവർ നേതൃത്വം നൽകി. ക്ലാസ് മുറികളിൽ കുട്ടികൾ ഉച്ച സമയത്ത് ചോറുണ്ട് കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ഒരു സമയത്ത് അവർക്ക് കളറടിക്കാനോ ചിത്രങ്ങൾ നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ അവർ സ്വയം പറയുവാനോ ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസ് മുറികളിൽ ഒരു വായനാമുല ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന പുസ്തകങ്ങൾ അവിടെ ആ മേശപ്പുറത്ത് വയ്ക്കാവുന്നതാണ്. കളിക്കൊടുക്ക പോലെയുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ താല്പര്യമുള്ള ഓരോ രക്ഷിതാക്കളും അവിടെ ആ മേശപ്പുറത്ത് ഓരോരുത്തരായിട്ട് വച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.